ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു. നമുക്ക് മീഷോയിൽ നിന്ന് ഒരു പ്രൊഡക്റ്റും കൂടെ വന്നിട്ടുണ്ട്. അത് ഞാൻ പൊട്ടിച്ചു കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ പൊട്ടിച്ച് നോക്കിയില്ലെങ്കിൽ റിട്ടേൺ കൊടുക്കാൻ പറ്റില്ല. നമുക്ക് ഒരു 7 ഡേയ്സിനുള്ളിൽ റിട്ടേൺ കൊടുക്കണം. അപ്പോൾ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റം കാരണം ചിലപ്പോൾ പൊട്ടിയിട്ടുണ്ടെങ്കിൽ റിട്ടേൺ കൊടുക്കണ കാരണം ഞാനിതൊന്ന് പൊട്ടിച്ച് നോക്കിയായിരുന്നു കേട്ടോ. അത് നിങ്ങളെയും കൂടി ഒന്ന് കാട്ടാമെന്ന് ഓർത്തു. കണ്ടോ, ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇത് മുട്ട വെക്കണ ട്രേയാണ്. ഇങ്ങനെ വെച്ചിട്ട് എടുക്കണ ഒരു സംഭവമാണ്. ഇത് എത്രത്തോളം ആവുമെന്നും ഒന്നും എനിക്കറിയില്ല കേട്ടോ. ഞാനിത് മുട്ട വെച്ച് നോക്കട്ടെ. ഭാഗ്യത്തിന് ഇത് വന്നതിൻ്റെ തലേന്നായിരുന്നു നമുക്ക് മുട്ട കൊണ്ടുവന്നത്. അപ്പോൾ അത് കാരണം എളുപ്പത്തിൽ ആ ഒരു കാര്യം എക്സ്ട്രാ മുട്ട വാങ്ങേണ്ട വന്നില്ല. അപ്പോൾ നമുക്കിതൊന്ന് മുട്ടയൊന്ന് വെച്ച് നോക്കാം. ഇത് എത്രത്തോളം ഇത് എവിടെ പോകും എങ്ങനെയാണെന്നൊന്നും അറിയില്ല കേട്ടോ. ഇത് നമുക്കൊന്ന് മുട്ട വെച്ച് നോക്കാം. ഞാൻ മുട്ട എടുക്കട്ടെ. ഇത് എവിടെ മുട്ട ഇങ്ങനെ ഇട്ടാൽ അങ്ങ് പോകും കേട്ടോ. അങ്ങനെ ഉരുട്ടി വിട്ട് കഴിഞ്ഞാൽ പക്ഷെ പൊട്ടുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. മുട്ട പോകുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇട്ടാൽ ഉരുട്ടിയിട്ടാൽ പ്ലാസ്റ്റിക് കാരണം പൊട്ടില്ല. സ്റ്റെക്കായി പോകണ്ട കേട്ടോ മുട്ട. എന്നിട്ട് നോക്കട്ടെ. പിന്നീടാട്ടോ എനിക്ക് മനസ്സിലായത് മുട്ടയെ ഇങ്ങനെ വെക്കണം. അപ്പോഴാണ് ദേ പോണു. ഓക്കേ, മുട്ട പോകുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിക്ക്. നല്ലൊരു സംഭവമാണ് തോന്നുന്നു. മുട്ട പൊട്ടാതിരുന്ന മുട്ടയാണേ. ഇത് വാഷ് എടുത്ത് വെക്കണം. ഞാൻ മുട്ട കൊണ്ടുവന്ന് അപ്പം തന്നെ വാഷ് ചെയ്തിട്ട് എടുത്ത് വെക്കും കേട്ടോ. ഞാൻ ഫുള്ളും വെക്കട്ടെ. 30 മുട്ട എന്നാട്ടോ അവർ പറഞ്ഞേ. 30 മുട്ട ഇത് കയറിയിട്ടില്ല. നല്ല ശേലിനിരിക്കുന്നുണ്ട് കേട്ടോ മുട്ട. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇത് കണ്ടോ, എവിടെയെങ്കിലും ഗ്യാപ്പുണ്ടോ എന്ന് നോക്കട്ടെ. ഇതാട്ടോ. പക്ഷെ 30 മുട്ട കൊള്ളുമെന്നാട്ടോ പറഞ്ഞത്. ഇപ്പം മുട്ടയുടെ വലിപ്പം അനുസരിച്ചാണെന്നോ എനിക്കറിയില്ല. ഒരു 3 മുട്ട ബാക്കി വന്നിട്ടുണ്ട്. 3 മുട്ടയിൽ ഒരു മുട്ട ഞാൻ 30 എണ്ണത്തിൽ എടുത്തായിരുന്നു. ബാക്കി അപ്പോൾ 26 എവിടെയോ. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് മുട്ട വെച്ചിട്ട് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ മുട്ട എടുക്കൂലേ, അന്നേരം ഇതുണ്ടോ ഇങ്ങനെ മുകളിൽ നിന്ന് കണ്ട ഇങ്ങനെ വരും കേട്ടോ. ഉരുണ്ട് വരും. അപ്പോൾ എവിടെയോ അത് അപ്പോൾ ഇങ്ങനെ നമ്മൾ മുട്ട എടുക്കണതിൻ്റെ അനുസരിച്ച് മുട്ട എടുക്കുന്നതിൻ്റെ അനുസരിച്ച് വരും കേട്ടോ ഇങ്ങനെ. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഇതിൽ നിന്ന് മുട്ട എടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ചാടി ഇത് ചാടി മുട്ട വരും കേട്ടോ. നമ്മൾ മുട്ട എടുക്കും തോറും ഇപ്പോൾ എടുത്ത് മാറ്റിയപ്പോൾ ഇത് ഇവിടുന്ന് ഇങ്ങനെ ചാടി ഉരുണ്ട് വരും കേട്ടോ. കുറച്ച് എങ്ങനെ ഉണ്ടെങ്കിൽ ഇതിനിപ്പോൾ ഇവിടുന്ന് കുറച്ച് വെള്ളം പൊട്ടണമൊന്നുമില്ല കേട്ടോ. പ്ലാസ്റ്റിക് കാരണമാണെന്ന് മുട്ട പൊട്ടണമൊന്നുമില്ല. നല്ല ഭംഗിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങി ഒന്ന് ഉപയോഗിച്ച് നോക്ക്. എനിക്ക് ഇഷ്ടമായി. നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഇരുണ്ട് മുട്ട ഉണ്ടാവും. ഇങ്ങനെ ഓരോ മുട്ട എടുത്ത് ഇങ്ങനെ മാറ്റുമ്പോൾ ആദ്യത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ മുട്ട. അപ്പോൾ നല്ല കംഫർട്ടബിളായിട്ടാണ് ഇരിക്കുന്നത്. എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ടാറ്റാ.